ഞാൻ അലർജിക് പേഷ്യൻ്റ് ആയിരുന്നു, ആസ്മയും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അത്രത്തോളം അറിയാം. വാട്ട് ഈസ് അലർജി? ഒരു തുമ്മൽ തുമ്മേണ്ട സ്ഥലത്ത് 5, 10, 20 തുമ്മലിൽ അവസാനിക്കും. നമ്മൾ പൊടിയിൽ കളിച്ചിട്ടും മണ്ണിൽ കളിച്ചിട്ടും കുറച്ച് മഴ കൊണ്ടിട്ടും വെയിൽ കൊണ്ടിട്ടും ഒക്കെയാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കുറേയൊക്കെ അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ തുമ്മലോടുകൂടി എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാവാം. ഈ അലർജി ഉള്ളവർക്ക് കുറെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണോ? ബീഫിലുള്ള ചില പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ പറ്റാതെ ആവുന്ന സമയത്ത് ശരീരത്തിൽ ഈ റിയാക്ഷൻ കാണിക്കുന്നു. എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇത് നടക്കുന്നത്. നമ്മൾ കിടക്കുന്ന കിടക്കയിൽ നിന്ന് നമുക്ക് അലർജൻസ് ഉണ്ടാക്കാം. നമ്മുടെ മുടിയിൽ താരൻ ഉണ്ടെങ്കിൽ അതൊരു അലർജൻ ആണ്. കരിമ്പടപ്പുഴൊക്കെ ശരീരത്തിൽ അരിച്ചാൽ തണുത്തു മുതൽ ഇതുപോലെ ആയിരിക്കും ടിപ്പിക്കൽ അർട്ടിക്കേരിയ എന്ന് പറയുന്ന അസുഖം. ഇതൊക്കെ എക്സ്പീരിയൻസും കൂടെ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് സിംറ്റംസ് പറയുന്നത്. നിർബന്ധമായിട്ട് നമ്മൾ നോക്കാൻ പറയുന്ന ടെസ്റ്റാണ് IgE, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഇ എന്ന് പറയുന്നത്. വാസോമോട്ടർ റൈനൈറ്റിസുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്ന ഒരു ടിപ്പാണ്, കാരണം ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അനാഫിലാക്സിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. നമുക്ക് തൊണ്ടയൊക്കെ അടഞ്ഞു പോകും, ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു എമർജൻസി കണ്ടീഷനാണ്. ഇപ്പൊ എന്ത് അലർജി ആണെങ്കിലും ട്രീറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ കുട്ടിക്കാലത്താണ് കുറച്ചും കൂടെ ഈസി. കൃത്യമായി ചികിത്സ എടുത്താൽ നമുക്ക് പല കേസുകളും മുഴുവനായിട്ട് മാറ്റാനും സാധിക്കുന്നതാണ്. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. എന്തോരം അലർജികളാണല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. ചിലർക്ക് ഡസ്റ്റ് അലർജി ആയിരിക്കും, ചിലർക്ക് ഫുഡിനോട് അലർജി ആയിരിക്കും. അങ്ങനെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് അലർജികളുണ്ട്. അലർജി എക്സ്പേർട്ടായ ഒരു ഡോക്ടറെയാണ് ഇന്ന് നമ്മൾ ഗസ്റ്റായി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് മുഴുവൻ നമ്മൾ അലർജീനെ കുറിച്ചും എന്തൊക്കെ തരം അലർജി ഉണ്ട്, എങ്ങനെ അലർജിയെ ഓവർകം ചെയ്യാം എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് കൂടെ ചേരുന്നത് അലർജി എക്സ്പേർട്ടായിട്ടുള്ള ഹോമിയോപ്പതിക് ഡോക്ടർ വരുൺ വാസുദേവാണ്. വെൽക്കം ഡോക്ടർ. അലർജി എക്സ്പേർട്ട് എന്നാണ് ഡോക്ടർ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വിളിക്കുന്നത്. എത്ര കാലമായി ഈ ഒരു അലർജിയിൽ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ട്? കൃത്യമായിട്ട് പറഞ്ഞാൽ 9 വർഷത്തോളമായി ഞാനിപ്പോൾ അലർജി മാത്രം ഫോക്കസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നു. ബാക്കി കേസസ് ഉണ്ട്, എന്നാൽ പോലും അലർജിയാണ് കൂടുതൽ നമ്മൾ നോക്കുന്നത്. അതിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ അലർജിക് പേഷ്യൻ്റ് ആയിരുന്നു. ഓക്കെ, ആസ്മയും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അത്രത്തോളം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നതും ഇതിൽ കൂടുതൽ പഠിക്കുന്നതും കൂടുതൽ കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് അസുഖങ്ങളെ കുറിച്ച് ഭയങ്കരമായി ഡോക്ടേഴ്സ് ഓൺലൈനിലായാലും ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ അലർജിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അറിവുകൾ ഭയങ്കര കുറവാണ്. ആൾക്കാർക്ക് അലർജിനെ പറ്റിയുള്ള വേണ്ടത്ര അവയർനെസ് ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അലർജി എന്ന് വെച്ചാൽ എന്തോ ഒരു ചെറിയൊരു തുമ്മൽ അല്ലെങ്കിൽ ആ ഒരു മൂക്കടപ്പ്, ഇതിന്റെ മേലേക്ക് ആൾക്കാർ അത് കാണുന്നില്ല. ഞാൻ പറഞ്ഞ അലർജിക് റൈനൈറ്റിസിന്റെ കേസിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ആന്റി ഹിസ്റ്റമിൻ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറി എന്നുള്ളതാണ് തോന്നൽ. ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ആ സിംറ്റംസ് അവിടെ നമ്മൾ സപ്രസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. ആ അസുഖത്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ അസുഖത്തിനൊരു മാറ്റം ശരിക്കും സംഭവിക്കുന്നില്ല. സ്ഥിരമായിട്ട് ഈ ആൻറ്റിഹിസ്റ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കുന്ന സമയത്ത് ഇത് സപ്രസ്ഡ് ആവുകയും ഇത് മെല്ലെ മെല്ലെ ആസ്മയിലേക്കും ഒക്കെ ഡെവലപ്പ് ചെയ്യും. എല്ലാ കേസിലും അല്ലെങ്കിൽ മാക്സിമം കേസസ് ഇതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആൾക്കാർക്ക് അതിനെ പറ്റിയിട്ട് അവയർനെസ് ഇല്ല. അതെങ്ങനെയോ ആസ്മയായി, അത് അത്രേ അവർക്ക് അറിയുന്നുള്ളൂ അതിനെ പറ്റിയിട്ട്. കാരണം വിവരം അത്രയും ലിമിറ്റഡ് ആണ് ഇതിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അലർജിക്ക് കൃത്യമായുള്ള ചികിത്സ മുന്നേ നേടിയാൽ ഈ ആസ്മ എന്ന് പറയുന്ന ഒരു വിപത്തിലേക്ക് എത്താതെ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു കാര്യം പലപ്പോഴും ഇവർക്ക് അറിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ വരുന്നത്. അതുപോലെ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളിലൊക്കെ ഉണ്ടാവുന്ന എക്സിമ, കരപ്പൻ നമ്മൾ പറയുന്ന കാര്യം, ഇത് കൃത്യമായിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഇത് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന നമ്മൾ പറയുന്ന സാധാരണ തുമ്മലും ഇതിലേക്ക് എത്താതെ നമുക്ക് നോക്കാൻ പറ്റും. കാരണം ഇത് നമ്മൾ പറയുന്നത് തന്നെ ഇതിന് അലർജിക് മാർച്ച് എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളിൽ തുടങ്ങുന്നത് ഈ കരപ്പൻ എക്സിമ എന്നുള്ള നിലയിലാണ് തുടങ്ങുന്നത്. അത് മെല്ലെ ഡെവലപ്പ് ചെയ്ത് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന രാവിലെ എഴുന്നേറ്റുള്ള തുമ്മൽ, ജലദോഷം ഇതിലേക്ക് എത്തുന്നു. മെല്ലെ അത് ചിലപ്പോൾ ഫുഡ് അലർജിയിൽ എത്തുന്നു. ഫൈനലി ആസ്മയിലേക്കാണ് ഇതിൻ്റെ എത്തുന്നത്. ആസ്മയിലാണ്. ഒരു സൈക്കിളാണ്, ഇതൊരു സൈക്കിളാണ്. ഇത് അതിനെയാണ് നമ്മൾ അലർജിക് മാർച്ച് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണെന്നും എവിടെയാണ് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കേണ്ടത് എന്നുള്ളതും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പലരും എത്തിപ്പോകുന്നത്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി ചോദിച്ചാൽ വാട്ട് ഈസ് അലർജി? ചില പ്രോട്ടീൻസ് നമുക്ക് ശരീരത്തിൽ കയറുന്ന ചില സാധനങ്ങൾ, ഒരു ചെറിയൊരു പൊടിയായിരിക്കാം, നമ്മുടെ മൂക്കിലൂടെ കയറുന്ന സമയത്ത് അലർജി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തുമ്മും. എന്തിന്? ബോഡീൻ്റെ ഒരു റിഫ്ലക്സ് ആണ്. എന്തിന്?
ഇമ്മ്യൂണിറ്റി ഒരു റിഫ്ലക്സ് ആണ്, കാരണം ഇത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതൊരു അലർജി ഉള്ള ഒരാളുടെ ശരീരത്തിൽ കയറുമ്പോൾ അത് എന്തോ ഒരു അത്യാപത്ത് ശരീരത്തിനകത്ത് കയറി എന്നുള്ളൊരു റെസ്പോൺസാണ് ശരീരം കാണിക്കുന്നത്. ഒരു തുമ്മൽ തുമ്മേണ്ട സ്ഥലത്ത് ചിലപ്പോൾ 5, 10, 20 തുമ്മലിൽ അവസാനിക്കും, നിർത്താതെ തുമ്മലുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ദിവസം ഫ്രീക്വന്റ് ആയിട്ടുള്ള ഈ അറ്റാക്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അമിതമായിട്ടുള്ള റെസ്പോൺസ്, ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് ഭയങ്കരമായിട്ട് കൂടുതലാണ് അലർജിക്കാർക്ക്. അപ്പോൾ അത് തന്നെയാണ് ഈ ഓരോ കേസിലും. ഫുഡ് അലർജി എന്ന് പറയുന്നതും ഇതേപോലെ തന്നെയാണ്. നമുക്ക് പറ്റാത്ത എന്തോന്ന് വരുമ്പോൾ ശരീരം അതിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ട് അതിനെ കളയാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ സിംറ്റംസ് ഭയങ്കരമായിരിക്കും. പേഷ്യൻ്റ് ഭയങ്കര എക്സോസ്റ്റഡ് ആവും ഈ സിംറ്റംസ് വരുമ്പോൾ. ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് എടുത്ത് തൽക്കാലം അവിടെ സപ്രസ് ചെയ്യും. ആ കാരണം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ റെസ്പോൺസ് വരുന്നു, അല്ലെങ്കിൽ ഇതിനാണ് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കേണ്ടത്. അല്ലാതെ അതൊരു സപ്രഷൻ വരുന്ന സമയത്താണ് ഇത് ഡെവലപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞ സ്റ്റേജിലേക്കൊക്കെ പോകുന്നത്. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പൊടിയുടെ അലർജി ഉണ്ട് നമുക്കറിയാം ചില ആളുകൾക്ക്. ഇപ്പം എനിക്ക് ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ അലർജിയാണ്. ഇപ്പം ഫുഡ് അലർജീനെ കുറിച്ച് അറിയാം. ബാക്കി നമുക്ക് അറിയാത്ത എന്തൊക്കെ ടൈപ്പ് അലർജീസ് ഉണ്ട്, എത്ര അലർജീസ് ഉണ്ട്? നമുക്ക് ഈ രാവിലത്തെ ഈ തുമ്മലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് തന്നെ നമുക്ക് ചിലർക്ക് ഉണ്ടാവും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുഖം കഴുകുന്ന സമയത്ത്, അല്ലെങ്കിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ തുമ്മലോടുകൂടി എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാവാം, അല്ലെങ്കിൽ വാസോമോട്ടോർ റൈനൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാവാം. ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന സമയത്ത് ഇത് ഈ രാവിലത്തെ ഈ തുമ്മലിൽ മാത്രം അവസാനിക്കില്ല. അത് ആ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ദിവസങ്ങളിൽ 2 or 3 തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാവും, ഇടവേളകളിൽ വരെ. ഈ വാസോമോട്ടോർ റൈനൈറ്റിസ് എന്ന് പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയൊക്കെ ചെയ്യുന്ന സമയത്ത് ശരീരം കാണിക്കുന്ന ഒരു റെസ്പോൺസാണ് ഈ തുമ്മൽ. ഈ വാസോമോട്ടോർ റൈനൈറ്റിസുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്ന ഒരു ടിപ്പാണ്, കാരണം ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് പലർക്കും ഭയങ്കര തുമ്മൽ കാണിക്കും. അത് ഈ പറഞ്ഞ ടെമ്പറേച്ചറാണ്. കാരണം ശരീരത്തിനകത്തൊരു ടെമ്പറേച്ചറും നമ്മൾ കുളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തണുപ്പ്, ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ചസിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ചെയ്യാവുന്ന കാര്യം, വായയിൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൻ്റെ അത് ഒരു കയ്യിലെടുത്തിട്ട് കുറച്ച് വായലാക്കിയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത്, അതായത് നമ്മുടെ മ്യൂക്കസ് മെമ്പറൈനിൽ അകത്ത് ഈ തണുപ്പ് തട്ടി ഇതേ ടെമ്പറേച്ചറാണ് പുറത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് ആ തുമ്മൽ രാവിലത്തെ കുറേ കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ തണുത്ത വെള്ളത്തിലാണ് കുളിക്കുന്നെങ്കിൽ അത് കുറച്ചെടുത്ത് വായിൽ, ചൂടുവെള്ളത്തിലാണെങ്കിൽ അതാണെങ്കിലും സെയിം തന്നെ. ഇത് വാസോമോട്ടോർ റൈനൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ഇത് വർക്ക് ആവുള്ളൂ. അലർജിക് റൈനൈറ്റിസ് എല്ലാ കണ്ടീഷൻസിലും ഇത് വർക്ക് ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ അലർജീസ് നമുക്കറിയാം. ഞാൻ പറഞ്ഞ കരപ്പൻ അല്ലെങ്കിൽ എക്സിമ, ടോപ്പിക് എക്സിമ എന്ന് പറയുന്ന അസുഖം, ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ അലർജിക് എക്സിമ എന്ന് നമ്മൾ ചിലപ്പോൾ അതിനെ പറയാറുണ്ട്. പിന്നുള്ളതാണ് നമ്മൾ പറയുന്ന ഫുഡ് അലർജീസ്. പലതരത്തിലുള്ള ഫുഡ് അലർജീസ്, അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. ചിലർക്ക് അത് കഴിച്ച ഉടനെ വയറുവേദന വരാം, ചിലർക്ക് ഡയറിയ ആയിരിക്കാം, ചിലർക്ക് ശരീരത്തിൽ ചൊറിഞ്ഞ് പൊന്തും. അർട്ടിക്കേറിയ എന്ന് പറയുന്ന ഒരു അസുഖം, ഇതൊരു ടൈപ്പ് അലർജിയാണ് അർട്ടിക്കേറിയ എന്ന് പറയുന്നത്. ഈ അർട്ടിക്കേറിയ ഫുഡ് അലർജീസിൽ മാത്രമല്ല, ചിലപ്പോൾ ശരീരം ഭയങ്കരമായിട്ട് തണുക്കുന്ന സമയത്ത് ഉണ്ടാവാം, വേനൽക്കാലത്ത് ഭയങ്കരമായിട്ട് ചൂടെടുത്ത് വേർക്കുന്ന സമയത്ത് ഉണ്ടാവാം, കരിമ്പടപ്പുഴൊക്കെ ശരീരത്തിൽ അരിച്ചാൽ തണുത്ത് പൊന്തില്ലേ, ഇതുപോലെ ആയിരിക്കും ടിപ്പിക്കൽ അർട്ടിക്കേറിയ എന്ന് പറയുന്ന അസുഖം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതാണ് തോന്നുക. ഇത് കൂടിക്കഴിഞ്ഞാൽ മുഖത്തും നമ്മുടെ ചുണ്ടിലൊക്കെ വന്ന്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ പേടിക്കുന്ന രൂപം പോലെ ആവാൻ വരെ സാധ്യത ഉള്ള ഒരു കാര്യമാണ് ഈ അർട്ടിക്കേറിയ. ഇതിൻ്റെ കൂടി നിൽക്കുന്ന സ്റ്റേജാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. നമുക്ക് തൊണ്ടയൊക്കെ അടഞ്ഞു പോകും, ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു എമർജൻസി കണ്ടീഷനാണത്. പെട്ടെന്ന് ICUലേക്ക് കൊണ്ടുപോകേണ്ടി വരും, കാരണം അത്രയും എമർജൻസി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അത് വരുന്നത്. ഈ അർട്ടിക്കേറിയ എന്ന് പറയുന്ന അസുഖം ഞാൻ ഈ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു അസുഖം തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ എക്സ്പീരിയൻസും കൂടെ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് സിംറ്റംസ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫൈനലി ആസ്മ. നമുക്ക് ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ, ഐറ്റിസ് എന്ന് പറയുന്നത് എന്തും ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലുള്ള നേസൽ ലൈനിങ്ങിലാണ് ആദ്യം ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആണ് ഉള്ളിലേക്കും, ഒരേ ലൈനിങ് തന്നെയാണ് ഇതിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ലെങ്കിൽ ഇവിടെ ഇൻഫ്ലമേഷൻ തുടങ്ങി മെല്ലെ അകത്തേക്ക് വന്ന് ആ എയർവേ പാസേജ് മെല്ലെ ബ്ലോക്ക് ആവുകയാണ്. അപ്പോഴാണ് ഈ ആസ്മ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിഞ്ഞ് മനസ്സിലാക്കി ചികിത്സ നേടുന്നതാണ് ഏറ്റവും
നല്ലത്. ചിലർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും കുറേ അങ്ങോട്ടേക്ക് വൈകും, പിന്നെ ഈ പഴയതുപോലെ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. എന്നാലും കൺട്രോളിലാക്കിയിട്ട് കൊണ്ടുപോകാം എന്നുള്ളത് മാത്രം. കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അലർജി നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. കൃത്യമായി ചികിത്സ എടുത്താൽ നമുക്ക് പല കേസുകളും മുഴുവനായിട്ട് മാറ്റാനും സാധിക്കുന്നതാണ്. നമ്മളെ ബോഡിയിൽ അലർജൻസ് ഉണ്ടോ? ശരീരത്തിൽ നമുക്ക് പുറത്തിറങ്ങി നമ്മളൊന്ന് റോഡിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് അലർജൻസ് ഉണ്ടാക്കാം. അല്ലാതെ സ്ഥിരമായിട്ട് മേലിൽ അലർജൻസ് ഒന്നും ഉണ്ടായില്ല. നമ്മൾ കിടക്കുന്ന കിടക്കയിൽ നിന്ന് നമുക്ക് അലർജൻസ് ഉണ്ടാക്കാം. നമ്മുടെ മുടിയിൽ താരൻ ഉണ്ടെങ്കിൽ അതൊരു അലർജൻ ആണ്. നമ്മളിപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇത് നമ്മുടെ മുഖത്തോ ഒക്കെ ഒട്ടിപ്പിടിക്കാം. അല്ലെങ്കിൽ തലേണയിൽ ഈ താരൻ ഉണ്ടാവും. നമ്മൾ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഈ മൂക്കിൻ്റെ അവിടെയൊക്കെ ഈ അലർജൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്വസിക്കുമ്പോൾ ഇത് അകത്ത് പോകും. ഇത് അലർജിക് റിയാക്ഷൻ ആയിട്ട് പുറത്തേക്ക് വരാം. പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ചെടികളിൽ നിന്ന് അലർജി ഉണ്ടായിരിക്കാം. ചിലർക്ക് വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അലർജൻസ് ഓരോരുത്തർക്കും ഓരോന്നാണ്. ചിലർക്ക് നമ്മൾ പറയുന്ന പോളൻസ് ആയിരിക്കാം അലർജി. എല്ലാവർക്കും ഒരേ സാധനം ആയിക്കോളണം എന്നില്ല. അലർജി വ്യത്യാസം ഉണ്ടായിരിക്കും ഓരോ ആൾക്കും. അതുകൊണ്ട് എല്ലാ അലർജി പേഷ്യൻസിനെയും ഒരുപോലെ കാണരുത്. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ സിംറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും ഒരേ മരുന്ന് എന്നുള്ള കൊടുക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറില്ല. അത് ഇൻഡിവിജ്വൽ ആയിട്ട് അവരെ കേസ് എടുത്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് ബീഫ് കഴിക്കുമ്പോൾ, റെഡ് മീറ്റ് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശരീരം തടിച്ചു പൊങ്ങുക, ശ്വാസം മുട്ടൽ ഉണ്ടാവുക. ഇപ്പം എനിക്ക് ചെമ്മീൻ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചൽ വരും. അപ്പോൾ ശരിക്കും ആളുകൾ പറയുന്നത് ആ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും, അല്ലാതെ ഈ ഫുഡ് ഐറ്റംസ് കൊണ്ട് നിങ്ങൾക്ക് അലർജി ഒന്നും വരില്ല. ശരിക്കും ഈ ഫുഡ് അലർജി റിയൽ ആണോ? ഫുഡ് അലർജി റിയൽ ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിലെ ഏതോ ഒരു പ്രോട്ടീനാണ് നമുക്ക് അലർജൻ ആവുന്നത്. അവിടെ അതിനോടാണ് നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത്. ഇതേ സാധനം ബാക്കിയുള്ള ആൾക്കാർക്ക് അതൊരു ട്രിഗറിങ് സാധനം ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഈ ബീഫിലുള്ള ചില പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ പറ്റാതെ ആവുന്ന സമയത്ത് ശരീരത്തിൽ ഈ റിയാക്ഷൻ കാണിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇത് നടക്കുന്നത്. പക്ഷേ റിയാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അത് വേറൊരാൾക്ക് ഇപ്പോൾ ബീഫ് കഴിച്ചാൽ കുഴപ്പം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത് ചെമ്മീൻ കഴിക്കുന്ന സമയത്താണ്. ഈ ചെമ്മീനും ക്രാബൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്ന സാധനമാണ്. ബീഫിനേക്കാൾ ഇഷ്യൂ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം പലർക്കും ഈ സീ ഫുഡിലാണ് പ്രശ്നങ്ങൾ നിൽക്കുന്നത്. കാരണം അത് എടുക്കുന്നതോടുകൂടി റിയാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഫുഡ് അലർജിയുള്ള ആൾക്കാർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് ഒരു സൊല്യൂഷനാണോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ അലർജി അവിടെ മാറുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇത് എടുക്കാത്തത് കൊണ്ട് നമ്മുടെ അലർജി ട്രിഗർ ആവുന്നില്ല, പുറത്തു വരുന്നില്ല. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മെഡിസിൻ എടുക്കുന്ന സമയത്ത് ആൾ ബെറ്റർ ആയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറയും. ഓക്കെ, ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രൈ ചെയ്യാൻ പറയും. അപ്പോഴേ നമ്മൾ മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയുന്നുള്ളൂ. നമ്മൾ മറ്റേതൊരു സൊല്യൂഷൻ അല്ല, നമ്മൾ എടുക്കുന്നില്ല അതുകൊണ്ട് സിംറ്റംസ് ഇല്ല. അങ്ങനെയല്ല ഒരു അസുഖം മാറ്റേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പണ്ടൊക്കെ ചെമ്മീൻ കഴിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചെമ്മീൻ ബിരിയാണിയൊക്കെ കുറേ കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു 2 വർഷമായിട്ടാണ് ചെമ്മീൻ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ചൊറിച്ചിൽ ഉണ്ടാവുന്നത്. ആ 2 വർഷത്തിൽ നമുക്കൊരു ഫുഡിനോട് അലർജിയൊക്കെ വരും. ഫാമിലിയിൽ ആർക്കെങ്കിലും അലർജി ഉണ്ടോ? അച്ഛനുണ്ട്, അലർജി ഹിസ്റ്ററി ഉണ്ട്. അച്ഛൻ്റെ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അതറിയില്ല. ഓക്കെ, ഇതെന്താ അച്ഛന് ഫുഡ് അലർജി ഇല്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, അച്ഛന് ഫുഡ് അലർജി തന്നെ വേണമെന്നില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു അലർജീസ് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ, നമ്മൾ അലർജീൻ്റെ കേസസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ നോക്കാൻ പറയുന്ന ടെസ്റ്റാണ് IgE, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഇ എന്ന് പറയുന്നത്. അത് ശരീരത്തിൽ ഈ അലർജിക്കാർക്കൊക്കെ ഹൈ ആയിരിക്കും. മിക്ക കേസസിലും ഇത് ഹൈ ആയിരിക്കും. അത് ഉണ്ടാവുന്ന സമയത്ത്, IgE ലെവൽ ഹൈ ആവുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അലർജി ഉണ്ടാവുക, ഓരോ തരത്തിലായിരിക്കും റെസ്പോൺസ് ഉണ്ടാവുക. അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അച്ഛനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർജി വരാനുള്ള സാധ്യത 30% കൂടുതലാണ്. ഓക്കെ, ഇതേപോലെ തന്നെ അമ്മയ്ക്ക് അലർജി ഉണ്ടെങ്കിൽ, അമ്മയ്ക്കും അച്ഛനും അലർജി ഉണ്ടെങ്കിൽ നമ്മൾ അലർജിക്ക് ആവാനുള്ള ചാൻസ് 60% ആണ്. ഓക്കെ, അത് അവർക്കുണ്ടായ അതേ അലർജി ആയിക്കൊള്ളണം എന്നില്ല നമുക്കുണ്ടാവുന്നത്. വ്യത്യാസം ഉണ്ടായിരിക്കാം. അവർക്ക് അലർജിക് റൈനൈറ്റിസ് ആണ്, നിങ്ങൾക്ക് ഫുഡ് അലർജി വന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്മ വരാം, എക്സിമ ആവാം. ഇതൊന്നും വരണമെന്നോ അല്ലെങ്കിൽ വരുമെന്നുള്ളതോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ വരാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പം ഞാൻ അലർജി ആയിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി ചെമ്മീൻ കഴിക്കുകയേ വേണ്ട എന്നാണ് പറഞ്ഞത്.
ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചായിട്ട് കഴിക്കാമെന്ന്. ശരിക്കും ഒരു അലർജി ആയിട്ട് നമ്മൾ ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ആ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനാണോ ഒരു ഡോക്ടർ പറയേണ്ടത്? ഇത് ആ ഡോക്ടർ പറയുന്നതിന്റെ കാരണം അന്ന് അലർജീൻ്റെ ടെസ്റ്റുകൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ എന്തെങ്കിലും ഈ IG ടെസ്റ്റ് ഒക്കെ നടത്തിയിരുന്നു, അത് ഭയങ്കര കൂടുതലായിരുന്നു പറഞ്ഞു. അതിൻ്റെ ലെവൽ നോക്കിയിട്ടായിരിക്കാം ഡോക്ടർ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം അതിൻ്റെ ലെവൽ ഹൈ ആണെങ്കിൽ നമ്മുടെ റെസ്പോൺസും ബോഡിയിലത്തെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊരു സേഫ് ഓപ്ഷനാണ്, ഒഴിവാക്കുക എന്നുള്ളതൊരു സേഫ് ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഒഴിവാക്കി ജീവിക്കാനാവുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനത്തോട് നമുക്ക് അലർജി ഉണ്ട്, കുഴപ്പമില്ല. ഇപ്പം ബീഫ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ചെമ്മീൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും മെൻ്റലി. നമുക്ക് ഇപ്പം കുട്ടികൾ നമ്മൾ പറയുന്നു പാലിൻ്റെ അലർജി, പാല് കുട്ടിക്ക് ചെറുപ്പത്തിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പാല് നമുക്ക് ഒഴിവാക്കിയിട്ട്, കാരണം നമ്മൾ എടുക്കുന്ന പല ഭക്ഷണത്തിലും പാല് വരുന്നുണ്ട്, ഇതൊക്കെ അലർജി കുട്ടിക്ക് പിന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഏറ്റവും നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ഞാൻ ഈ പറഞ്ഞല്ലോ, അമ്മയ്ക്കും അച്ഛനൊക്കെ അലർജി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫുഡ് അലർജി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇവർക്കൊരു 4 മാസം മുതൽ 6 മാസത്തിനിടയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഫുഡ് കാരണം ആ ഏജിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ എളുപ്പം. ഇപ്പൊ എന്ത് അലർജി ആണെങ്കിലും ട്രീറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ കുട്ടിക്കാലത്താണ് കുറച്ചും കൂടെ ഈസി. കാരണം ഇത് വലുതാവും തോറും ഈ IG ലെവൽ ഹൈ ആവുകയും ഇത് അലർജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വലുതാവുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ കാലതാമസം കൂടുതൽ എടുക്കും. ഇപ്പോൾ കുട്ടികളിലെ അലർജി ട്രീറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണെന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞു, എക്സിമ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് കുട്ടീനെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആക്ച്വലി കുറച്ചും കൂടെ ഈസിയാണ്. അത് ചിലർക്ക് പക്ഷേ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള എക്സിമ ഉണ്ടായിരിക്കാം. അതൊക്കെ നമ്മൾ ആ സിംറ്റംസ് നോക്കിയിട്ട് നമുക്ക് പറയാനാവുള്ളൂ. എന്നാൽ പോലും കുട്ടികളിലാണ് നമുക്ക് ഇത് മനസ്സിലാക്കുകയും കൃത്യമായ ചികിത്സ കൊടുക്കുകയും ചെയ്താൽ ഈ ഇപ്പോഴുള്ള അലർജി അല്ലെങ്കിൽ എക്സിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് ആവും ചിലപ്പോൾ കുട്ടികൾ കാണുന്നത്, അല്ലെങ്കിൽ ഫുഡ് അലർജി, ഇത് നമുക്ക് ട്രീറ്റ് ചെയ്ത് ഭാവിയിൽ കുട്ടിക്ക് ആസ്മ ഇല്ലാതെയോ അല്ലെങ്കിൽ ബാക്കി സിംറ്റംസോ ബാക്കി ഡിസീസസോ ഇല്ലാതെ, അതായത് അലർജിക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടി വളരും, പക്ഷെ ഒപ്പം ഈ അസുഖങ്ങളും വളരും, പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വരും. മാസ്ക് ഇട്ട് മാത്രം നടക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ ഈ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു പ്രോപ്പർ ഇമ്മ്യൂണിറ്റി കിട്ടാത്തതിൻ്റെ പ്രശ്നമാണത്. ഈ അലർജി ഉള്ളവർക്ക് കുറെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണോ? ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു IgE ലെവൽ ഹൈ ആണ് എന്നുള്ളത്. ഇപ്പോൾ ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള 4 നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്. IgG, IgA, IgM, IgE. അതിലൊന്നാണ് ഈ ഫുഡ് അലർജീസിൻ്റെ ഒക്കെ കേസ് നോക്കുമ്പോൾ ചില കേസിൽ IgGയും IgMും ഹൈ ആവും. അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് കൂടുതലാണ്. അലർജിക്കാർക്ക് ആക്ച്വലി ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം ഭയങ്കര കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഒരു പൊടി വന്നാൽ നമുക്ക് ശരീരത്തിൽ പുറത്തേക്ക് കളയാൻ ശരീരം എടുക്കുന്ന എഫേർട്ട്, അതായത് ആ സമയത്ത് ശരീരത്തിൽ എന്തോ അപകടം സംഭവിച്ച പോലെ വന്ന് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഹോർമോൺ ബ്ലഡിലേക്ക് റിലീസ് ആവുകയും ഭയങ്കരമായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവുകയും തുമ്മൽ കൂടും, ചിലപ്പോൾ ശരീരത്തിൽ തടിച്ചു പൊന്തും, ശ്വാസം മുട്ടൽ വരും. അപ്പോൾ ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് കൂടുതലാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം അലർജിക്കാരിൽ കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള ഇമ്മ്യൂണിറ്റി അല്ല അവർക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഇമ്മ്യൂണിറ്റി നമ്മൾ പറയുന്നത് നമ്മൾ പൊടിയിൽ കളിച്ചിട്ടും മണ്ണിൽ കളിച്ചിട്ടും കുറച്ച് മഴ കൊണ്ടിട്ടും വെയിൽ കൊണ്ടിട്ടൊക്കെയാണ് നമ്മുടെ കുറച്ച് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കുറേയൊക്കെ അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അത് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ ഓക്കെയാണ്. അതല്ലാതെ ഈ പൊടി അടിച്ചാൽ അസുഖം വരുമോ, മഴ കൊണ്ടാൽ അസുഖം വരുമോ, വെയിലടിച്ചാൽ അസുഖം വരുമോ എന്ന് വിചാരിച്ച് പാരൻസ് പലപ്പോഴും കുട്ടീനെ പുറത്തിറക്കുന്നില്ല. ഇത് ആക്ച്വലി അവർക്ക് അസുഖം വരാതിരിക്കാൻ ചെയ്യുന്നതാണെങ്കിൽ പോലും അത് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്, റെസിസ്റ്റൻസ് പവർ അവർക്ക് കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം ഞാൻ ഈ പറയുന്ന ലെവലിലാണ് നിൽക്കുന്നത്. അല്ലാതെ അവർക്ക് അസുഖങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഇവർ തീരെ എക്സ്പോഷർ ഇല്ലാത്ത സമയത്ത് എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരപ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷേ ഇതിനോട് പിന്നെ ഇവരൊന്ന് എക്സ്പോസ്ഡ് ആവുമ്പോൾ, വെയിൽ കൊള്ളാത്ത ഒരാൾ അല്ലെങ്കിൽ മണ്ണിൽ കളിക്കാത്ത ഒരാൾ പെട്ടെന്ന് പിന്നെ മണ്ണിൽ കളിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഇവർ പാരൻസ് എന്ത് ചെയ്യും, വീണ്ടും ഇവരെ വീട്ടിലിരുത്തും. ഇങ്ങനെയാണ് അവർ മെല്ലെ മെല്ലെ രോഗികളാവുന്നത്. അതാണോ മറ്റേ തീയിൽ കുറിച്ചത് വെയിലത്ത് പാടില്ല? അല്ല, അത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. കാരണം അവർക്ക് അങ്ങനെ കിട്ടേണ്ട സാധനം അങ്ങനെ തന്നെ വേണം കിട്ടാൻ. അതൊരു മരുന്നിൽ കലക്കി കൊടുക്കാനോ എന്തെങ്കിലും സപ്ലിമെന്റ്സ് കൊടുത്താലോ ഇമ്പ്രൂവ് ആവുന്ന ഒരു കാര്യമല്ല അത്. നമ്മൾ ഇങ്ങനെ തന്നെ വേണം ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്.